രാജിവെച്ചോ? സുനിൽ, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചോ? സായ് നമുക്കൊപ്പം വിവരങ്ങൾ നൽകാൻ ശരിയാണ്. സായ് പറയൂ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് CJP-യുമായുള്ള ചർച്ചയ്ക്ക് തൊട്ട് മുൻപ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചിരിക്കുന്നു. ഈ സമരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം, ഒന്നാമത്തെ ആവശ്യം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആണ് എന്നുള്ളതാണ്. അദ്ദേഹം ഇതാ രാജിവെച്ചിരിക്കുന്നു, സ്ഥാനത്ത് അദ്ദേഹം മാറിയിരിക്കുന്നു. ആ രാജി പ്രധാനമന്ത്രി സ്വീകരിച്ചിരിക്കുന്നു എന്നാണ്. കേന്ദ്ര സർക്കാരിന്റെ പരാജയം, കേന്ദ്ര സർക്കാർ ഈ ആവശ്യം സമരത്തിന് മുന്നിൽ കീഴടങ്ങിയിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി തന്നെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. വലിയ സമര വിജയം, വാർത്താ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന റിപ്പോർട്ട് ടിവിയാണ്. അപ്പോൾ സമരത്തിന്റെ ഒരു വലിയ വിജയം സായി, അതായത് 3:30 മണിക്ക് ചർച്ച നിശ്ചയിക്കുന്നു. അതുവരെ പോലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് മുന്നിൽ, വിദ്യാർത്ഥികളുടെ ശക്തിക്ക് മുന്നിൽ നിന്ന് കേന്ദ്രം തിരിച്ചറിയുന്നു. മറ്റൊരു മാർഗവുമില്ലാതെ മോദി സർക്കാരിലെ, മോദി സർക്കാരിലെ പ്രധാനപ്പെട്ട ചുമതലയുണ്ടായിരുന്ന 3ാം സ്ഥാനക്കാരൻ എന്ന് തന്നെ പറയാം ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുന്നു. സായി, അത് തന്നെയാണ് ഈ സമരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ഒരു ഘട്ടത്തിൽ പോലും ഇതിൽ നിന്ന് പിന്മാറാതെ രാജ്യത്തെ വിദ്യാർത്ഥികളും യുവാക്കളും പ്രതിപക്ഷവും എല്ലാവരും എന്തിനു വേണ്ടിയാണോ ഉറച്ചു നിന്നത് ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കാൻ അവരെ കൊണ്ട് സാധിച്ചിരിക്കുന്നു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ രാജി ഇതാ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നു. അല്പം മുമ്പ് രാഹുൽ ഗാന്ധി പറഞ്ഞതാണ്, അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിൽ വകുപ്പ് മാറ്റി മുഖം രക്ഷിക്കാനുള്ള നടപടി ഉണ്ടായാൽ അതും അംഗീകരിക്കില്ല. അദ്ദേഹത്തിന്റെ രാജി, അദ്ദേഹത്തിനാണ് വീഴ്ചകൾ സംഭവിച്ചത്, അദ്ദേഹമാണ് പ്രധാനപ്പെട്ട കുറ്റക്കാരൻ. അതുകൊണ്ട് എന്ത് തന്നെ സംഭവിച്ചാലും അദ്ദേഹത്തിന്റെ രാജി കൂടിയേ തീരൂ എന്ന് അല്പം മുൻപ് രാഹുൽ ഗാന്ധി പറഞ്ഞതാണ്. ഇപ്പോൾ കേന്ദ്രം ആ സമ്മർദ്ദത്തിന് വഴങ്ങിയിരിക്കുന്നു.